അന്തിമ കരാറിലെത്തിക്കാനാവാതെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക ചർച്ച അവസാനിച്ചു. ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായെന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണാനാകുമെന്നും ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടച്ചിട്ട മുറിയിൽ 3 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം. എം.ജി. മിഥുൻ നൽകും വിവരങ്ങളുമായി. മിഥുൻ, നമുക്കറിയാം ചരിത്രമുറങ്ങുന്ന അലാസ്കയിലേക്ക് ലോകം ഉറ്റുനോക്കുകയായിരുന്നു. ചർച്ച അത് അന്തിമമാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അത് ഒരു മഞ്ഞുരുക്കമുണ്ടായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഭവ്യ, ചർച്ച ഒരു അന്തിമ കരാറിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും തന്നെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്ന വാക്കുകളായിരുന്നു പിന്നീട് ഇരു നേതാക്കളും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നടത്തിയ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം അതിൽ പ്രധാനമായും വ്ളാഡിമിർ പുടിൻ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ധാരണയായിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നാറ്റോ രാജ്യങ്ങളോ അല്ലെങ്കിൽ യുക്രൈനോ ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ പാടില്ല. ഒപ്പം തന്നെ ഒരു പരസ്യ പ്രസ്താവനകളിലേക്കടക്കം നിൽക്കണമെന്നടക്കം ഒരു ആവശ്യം ഇത്തരത്തിൽ വ്ളാഡിമിർ പുടിൻ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ ട്രംപ് നിലപാടും ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായി എന്നുള്ളത് തന്നെയാണ്. അതായത് വളരെ കാലങ്ങളായി ഒരു അന്ത്യശാസനം അടക്കം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉടൻ തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇത്തരത്തിൽ പുടിന് മുന്നിൽ വഴങ്ങുന്നു, അല്ലെങ്കിൽ ഒരു തരത്തിൽ പുടിൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾക്ക് അടുക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കരുതേണ്ടിയിരിക്കുന്നു. ആ ഒരു സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് എന്താണ് ഈ ചർച്ചയിൽ ധാരണയായത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ സാധിച്ചത്, ഒപ്പം തന്നെ മറ്റേതൊക്കെ കാര്യങ്ങളിലാണ് ഇനി ധാരണയാകേണ്ടതായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇരു നേതാക്കളും പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ നടന്ന ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അതടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ യുക്രൈനുമായും ഒപ്പം തന്നെ നാറ്റോ രാജ്യങ്ങളുമായും സംസാരിക്കുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇതിനുശേഷം രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് നടക്കുമെന്നുള്ള സൂചനയും ഇരു രാജ്യങ്ങളും നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മോസ്കോയിലേക്ക് ട്രംപിനെ രണ്ടാം ഘട്ട ചർച്ചകൾക്കായി ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു സമ്മതം ട്രംപ് മൂളിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും നമുക്കറിയാം ഇപ്പോൾ അമേരിക്കയുടെ മണ്ണിൽ അമേരിക്കൻ പ്രസിഡന്റ് ക്ഷണപ്രകാരം ഒരു ഉച്ചകൂടി വെക്കുന്നു. അത് ഏവരും ഉറ്റുനോക്കിയ ഒരു ഉച്ചകൂടി തന്നെയായിരുന്നു. അതിൽ കൃത്യമായ രീതിയിൽ കഴിഞ്ഞ 3.5 വർഷക്കാലമായി അനന്തമായി ഇങ്ങനെ നീണ്ടുപോകുന്ന യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. പക്ഷേ അതിൽ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഏകദേശം 20% യുക്രൈൻ്റെ സ്ഥലങ്ങൾ 20% ഇപ്പോഴും റഷ്യയുടെ അധീനതയിലാണ് എന്നുള്ളത് തന്നെയാണ്. ഈ ഭാഗം, അതായത് പിടിച്ചെടുത്തിട്ടുള്ള ഈ പ്രവിശ്യകൾ തിരികെ നൽകണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിന് ഒരു തരത്തിലും ട്രംപ് വഴങ്ങാനിടയില്ല. അപ്പോൾ അതിൽ ഏത് തരത്തിലുള്ള ഒരു നയതന്ത്ര ഇടപെടലായിരിക്കാം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഏതെങ്കിലും ചർച്ച ഉണ്ടായിട്ടുണ്ടോ, അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ സാധ്യതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് നമുക്കിനി പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും നാളിതുവരെയായി നടന്ന യുദ്ധത്തിൽ അത് എന്തിനു വേണ്ടിയാണ് നടന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ യുക്രൈൻ നാറ്റോ അംഗത്വം ഏറ്റെടുത്താൽ അത് ഏറ്റവും കൂടുതൽ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. റഷ്യയെ സംബന്ധിച്ച് അത് സുരക്ഷാ ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ യുക്രൈനിൽ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോൾ പോലും അതെവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ഘട്ടത്തിൽ പോലും ഈ ട്രംപ് ഏറ്റവും പ്രധാനമായി ഈ സെലൻസ്കിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാണ് ട്രംപിന്റെ നീക്കമെന്ന് മനസ്സിലാക്കുന്നു. അതിനൊരു സാധ്യത എത്രമാത്രം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മിഥുൻ? ഭവ്യ, നമുക്ക് ഈ ചർച്ചകൾ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഈ ഒരു ചർച്ചയിലെ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതൊക്കെ കാര്യങ്ങളിൽ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിൽ യുക്രൈൻ വഴങ്ങുമോ? സ്വാഭാവികമായും ഇത്രയധികം നാശനഷ്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 10,000 മരിച്ചു വീണ ഒരു യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ യുക്രൈൻ ഈ പുടിൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വഴങ്ങുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്വാഭാവികമായും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള യാതൊരുവിധ ഈ സമവായ ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉടമ്പടികൾക്കും ഒന്നും തന്നെ പുടിൻ തയ്യാറാകാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിൽ ഒരു സമാധാനത്തിലേക്ക് ഇരു രാജ്യങ്ങളെയും കൊണ്ടുവരാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് രണ്ടാം ഘട്ട ചർച്ചയിലായിരിക്കും അത് ഉരുത്തിരിഞ്ഞു വരിക. അതിനു മുമ്പ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്ന ധാരണ അത് നാറ്റോ രാജ്യങ്ങളെയും ഒപ്പം തന്നെ
യുക്രൈനെയും പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ട്രംപിന് തന്നെയാണ്. ട്രംപിനെ സംബന്ധിച്ച് നോബൽ എന്ന ഒരു വലിയ കടമ്പ കടക്കണമെങ്കിൽ, അത് ലഭ്യമാകണമെങ്കിൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചേ സാധ്യമാകൂ, അതിനുവേണ്ടി ഇടനില നിന്നേ സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ അതിൽ ഏതറ്റവും വരെ പോകാൻ ട്രംപ് തയ്യാറാകുകയും ചെയ്യും. അതിന്റെ ഒരു സൂചനകൾ നൽകുന്നത് തന്നെയായിരുന്നു. അതായത് വ്ളാഡിമിർ പുടിൻ അലാസ്കയിലേക്ക് പറന്നിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് പുടിനെ വിമർശിക്കാൻ ട്രംപ് തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അല്ലേ മിഥുൻ? ശരി, ഞാൻ മിഥുനിലേക്ക് എത്താം. ഇപ്പോൾ പി ജെ വിൻസെന്റ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പി ജെ വിൻസെന്റ്, എന്തായാലും ഒരു അന്തിമ കരാറിലെത്താൻ ആയിട്ടില്ല ഈ ചർച്ചയ്ക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അപ്പോൾ പോലും അവിടെ ഒരു മഞ്ഞുരുക്കം ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട്. ലോകം ഉറ്റുനോക്കി ആ ചർച്ചയിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ സാധിക്കുമോ? താങ്കൾക്ക് എന്താണ് വിലയിരുത്താനുള്ളത്? തീർച്ചയായിട്ടും അത് പ്രതീക്ഷാ നിർഭയമാണ് എന്നാണ് എന്റെ അഭിപ്രായം. റഷ്യ ഒരു ഐക്യരാഷ്ട്രമാണ്, അമേരിക്ക മനുഷ്യ രാഷ്ട്രമാണ്. യുക്രൈൻ റഷ്യ യുദ്ധം യഥാർത്ഥത്തിൽ അത് നാറ്റോ സഖ്യവും റഷ്യൻ സഖ്യവും തമ്മിലുള്ള യുദ്ധമായി മാറിക്കഴിഞ്ഞു. റഷ്യക്ക് വേണ്ടി റഷ്യ മാത്രമല്ല, ചൈന ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട്. നോർത്ത് കൊറിയയുടെ സൈന്യം റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഡ്രോണുകളും മറ്റ് സഹായവും റഷ്യക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒട്ടും ശുഭകരമല്ല. അപ്പോൾ ഒരു ഭാഗത്ത് അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോ സഖ്യത്തിന്റെ പിന്തുണയോടുകൂടി യുക്രൈനും ഇപ്പത് റഷ്യയും ചൈനയും ഒക്കെ ചേർന്നിട്ട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പരമാവധി നേരത്തെ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ ഇതിലൊരു വിൻ-വിൻ സിറ്റുവേഷനാണ് ഞാനിപ്പോൾ കാണുന്നത്. അന്താരാഷ്ട്ര രംഗത്ത് പൂർണ്ണമായും റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പുടിനുമായിട്ട് ഒരു കൂട്ടിക്കാഴ്ച നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ റഷ്യയുടെ ആ ഐസൊലേഷൻ, അവരെ അന്താരാഷ്ട്ര രംഗത്ത് ഒറ്റപ്പെടുത്തുക എന്ന നയത്തിൽ നിന്ന് റഷ്യയുമായി എൻഗേജ് ചെയ്യുക എന്ന നയത്തേക്ക് അമേരിക്ക മാറി എന്നുള്ളതാണ്. അതാണ് ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ പോലും എവിടെയും ഒന്ന് വിമർശിക്കാൻ തയ്യാറായില്ല ട്രംപ്, പുടിനെ വിമർശിക്കാൻ തയ്യാറായില്ല ട്രംപ് എന്നതും ശ്രദ്ധേയമാണല്ലേ? അതെ, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം അമേരിക്കയും G7 രാജ്യങ്ങളുടെയും GDP, ഗ്ലോബൽ GDP എടുത്താൽ അത് 28% വരുള്ളൂ. അതേസമയം ബ്രിക്സ് രാജ്യങ്ങളും ബ്രിക്സ് വികസനത്തിന്റെ ഭാഗമായി മറ്റ് ഇറാനും UK ഇതിന്റെ ഭാഗമായി വരികയാണ്. ആ രാജ്യങ്ങളെല്ലാം ചേർന്നാൽ 35% മാറി. അപ്പോൾ ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ അതിൽ അമേരിക്കൻ ഹെജിമണിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ത്യയും റഷ്യയും ചൈനയും എല്ലാം ചേർന്ന് വളരെ ശക്തമായ ഒരു ബ്ലോക്കായി മാറുന്നത് അമേരിക്ക താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് അമേരിക്കയുടെ പക്ഷത്ത് നിന്നും വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കമുണ്ടാകുന്നത്. മാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ പകരച്ചുങ്കത്തിൽ പൂർണ്ണമായും ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കൂടി